കാർത്തികൊപ്പം വയനാട്ടിൽ നിന്നുള്ള മക്കളാണുള്ളത്. ഒരു ദുരന്തത്തിനെ അതിജീവിച്ചെത്തിയ മക്കളാണ്. കാർത്തിക, വലിയ പ്രതീക്ഷയുടെ ചുവടുവെപ്പാണെന്ന് പറയുന്നത് അല്ലെ? ഈ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള ഈ ഒരു വരവ് എങ്ങനെയാണ്? ഇത് ഞങ്ങൾ ഇവരെ ഒന്ന് വിഷമം മാറ്റുക, ഇവരുടെ മനസ്സിലുണ്ടായ ഒരു വലിയ മുറിവ് അത് ഉണക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇവർ മാത്രമല്ല, ഈ ഫ്ലഡ് അഫക്റ്റായ ഏകദേശം നൂറിലധികം കുട്ടികളുണ്ട്. ഇവരെ എല്ലാവരെയും ഞങ്ങൾ ഈ മേളകളിലെല്ലാം പങ്കെടുപ്പിച്ചു. അതൊരു വലിയ ചേഞ്ചായിരുന്നു. കാരണം ഒരുപാട് കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയെങ്കിൽ തന്നെ ഇവർ റിക്കവർ ആയില്ലായിരുന്നു. പക്ഷേ ഈ മേളകളിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർക്കുണ്ടായ ഒരു മെൻ്റൽ ചേഞ്ച് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, വീടും ഒക്കെ നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഇതേ ഉള്ളൂ, മാക്സിമം നമുക്ക് ചെയ്യാവുന്ന ഇതേ ഉള്ളൂ. അപ്പോൾ അത് അവരെ എത്തിക്കുക, അതോടൊപ്പം തന്നെ അവർ നന്നായിട്ടൊന്ന് സന്തോഷിക്കുക, ചിരിക്കുക, ഉള്ളു തുറന്ന് ചിരിക്കുക. പിന്നെ ലോകത്തോട് പറയുക, നാളത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു കഥയായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവണം. നാളത്തെ തലമുറയ്ക്ക് ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ടവർ വീണ്ടും അവരതിജീവിച്ചു എന്ന് നാളത്തെ കുട്ടികൾക്കൊരു സന്ദേശമാവണം. അത്രേ ആഗ്രഹിച്ചുള്ളൂ. അപ്പോൾ അതിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപൂർണ പിന്തുണയുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ്, അതുപോലെ തന്നെ DG ഷാനവാസ് സാറ്, പിന്നെ ഞങ്ങളെല്ലാത്തിനും സമ്പൂർണ്ണ പിന്തുണയായി നിന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട DD ശശീന്ദ്ര വ്യാസ് സാറ്, പിന്നെ DEO ശരത് ചന്ദ്ര സാറ്, AEO പിന്നെ ജോയി സാർ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട HM ദിലീപ് സാറ്, ഇവരൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളിൽ കാണാം. അവരുടെ ആ മുറിവും ആ ഒരു വിഷമൊക്കെ മാറി ഒരു എന്താ പറയുക, വെള്ളാറമല സ്കൂളിൻ്റെ കഥ പറയാൻ ഇത്രയും വലിയൊരു വേദിയാണ് അവർക്ക് കിട്ടിയത് അല്ലേ മാഷെ? ഇപ്പോൾ ഇതാ ഒരുങ്ങുകയാണ് നമ്മുടെ സ്കൂളിലെ 7 മിടുക്കി കുട്ടികൾ. ഒരുങ്ങി റെഡി ആയിരിക്കുകയാണ്. അവരുടെ മോളെ പേരെന്താ? വൈക. റെഡിയാണ്, എക്സൈറ്റഡ് ആണ്, സന്തോഷമാണ്. പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? ചെയ്തു. നമ്മുടെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് എല്ലാവരും ഒരേ ക്ലാസ്? അല്ല, 3 പേര് 8-ല്, പിന്നെ ഒരാൾ 9, 3 10, 7 പേര്. എന്തായാലും ഫുൾ എനർജിയോടുകൂടെ നമ്മൾ കയറാൻ റെഡിയാണ്. നമ്മുടെ വൈക മാത്രമല്ല, അവിടെ ബാക്കി 6 മിടുക്കി കുട്ടികളും റെഡി ആയിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? മോളെ പേരെന്തായിരുന്നു? മുടിയെല്ലാം കെട്ടി റെഡി ആയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? നല്ല സന്തോഷം തന്നെയാണ്. എക്സൈറ്റഡ് ആണ്. എല്ലാവരുടെയും അധ്യാപകരൊക്കെ സൂപ്പർ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ അധ്യാപകരും പണ്ടേ ഭയങ്കര സപ്പോർട്ടാണ്, ഇപ്പോഴും കുറച്ചുകൂടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. ഡാൻസ് കളിക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവം പുറത്തെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായതുകൊണ്ട് അതായത് സങ്കടം ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഇപ്പം എല്ലാം സന്തോഷമാണ് അല്ലേ? പ്രതീക്ഷയാണ് അല്ലേ? ബാക്കി ഫ്രണ്ട്സും ബാക്കി കൂട്ടുകാരികളൊക്കെ റെഡിയാണ്. അതാ നമുക്ക് മോളുടെ പേരെന്താ? ഋഷിക. മോളുടെ അശ്വിനി. ഇവിടെ ഡാൻസ് ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. മോളുടെ പേരെന്തായിരുന്നു? വീണ. പേടിയുണ്ടോ എല്ലാവർക്കും? എല്ലാവരും പ്രാക്ടീസ് ഒക്കെ ചെയ്തതാണോ? എത്ര കാലമായി പ്രാക്ടീസ് ചെയ്യുന്നു? 10 മാസമായി പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പൊ സബ് ജില്ല കഴിഞ്ഞു, 10 ദിവസം. അപ്പൊ 10 ദിവസമായി നമ്മുടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ 10 ദിവസം കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും നമ്മളെല്ലാവരും കോൺഫിഡൻ്റ് ആണ് അല്ലേ? നമ്മൾ സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യും. അപ്പം സബ് ജില്ല കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേർണി? നല്ലതായിരുന്നു. നല്ല രീതിയിൽ പോകാൻ പറ്റി, എല്ലാവരോടും പങ്കെടുക്കാൻ പറ്റി. പിന്നെ ഇവിടെ എത്തുന്ന ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതിന് നല്ല ഹാപ്പിയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ കളിക്കാൻ. ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി തന്നതിന് നന്ദി. എനിക്ക് തോന്നുന്നു സബ് ജില്ലയിലേക്കൊക്കെ മത്സരിക്കാൻ അധികം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പ്രാക്ടീസ് ചെയ്യാൻ അല്ലേ? പക്ഷേ സംസ്ഥാനത്ത് നമ്മുടെ ഈ ഉദ്ഘാടന വേദിയിൽ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമയം നമുക്ക് കിട്ടിയിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ അല്ലേ? അപ്പോൾ ഫുൾ എനർജിയോടുകൂടെ എന്തായാലും അടിച്ചു പൊളിച്ച് എല്ലാവരും ഡാൻസ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ അനിൽ മാഷാണ് ഈ നൃത്താവിഷ്കാരത്തിൻ്റെ സംഗീതം നൽകിയിട്ടുള്ളത്. ആൾ തന്നെയാണ് കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിച്ചെടുത്തത്. മാഷിന് എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഞാൻ ഒരുപാട് നൃത്തങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സംഗീതം നൽകിയതെല്ലാം ഞാൻ ചിരിച്ചുകൊണ്ടാണ്. പക്ഷേ ഇതിന് സംഗീതം നൽകുമ്പോൾ സത്യത്തിൽ എനിക്ക് കരച്ചിലായിരുന്നു. സംഗീതം നൽകുക മാത്രമല്ല, റെക്കോർഡിങ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴും ഓരോ വരികൾ വരുമ്പോഴും ഞങ്ങൾക്ക് വേദനയായിരുന്നു. പാട്ടുകാരി നിലമ്പൂർ വിജയലക്ഷ്മി ടീച്ചറാണ്. പക്ഷെ അവർക്കും ശരിക്ക് ഉള്ളിൽ ഞങ്ങൾ കുറേ ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങിയാലും പക്ഷേ ഓരോ വരികൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദനയായിരുന്നു. എന്താണെങ്കിലും ആ വേദനയ്ക്കൊക്കെ ഒരു സന്തോഷമായിട്ട് നമുക്ക് ഇവിടെ വേദിയിൽ കാണാം. വളരെ സന്തോഷത്തോടു കൂടെ കുട്ടികളുടെ നൃത്തശില്പം ഇത് അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും ഇതുപോലത്തെ വലിയൊരു വേദിയിൽ എനിക്കും, ഞങ്ങൾ കലാകുടുംബമാണല്ലോ,
ഞങ്ങൾക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമായിട്ട് കരുതുന്നു. അത് തന്നെയാണ് എല്ലാ വേദനയും മറികടന്ന് ഒരു പ്രതീക്ഷയിലേക്കുള്ള ഒരു നടന്നു നീങ്ങൽ തന്നെയാണ് ഈ ഒരു നൃത്താവിഷ്കാരം എന്ന് തന്നെ പറയാം നമുക്ക്. കുട്ടികൾ മാത്രമല്ല, കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വയനാട് നിന്നും അവരുടെ അധ്യാപകരും ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. ടീച്ചറുടെ പേര്? എൻ്റെ പേര് പ്രേമലത. ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്. അനിൽ മാഷ വൈഫാണ്. ഓ ശരി ശരി. അപ്പോൾ കുട്ടികളെ സ്റ്റേറ്റിൽ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂൾ തലം മുതൽ പോകാൻ ആഗ്രഹിച്ചതാണ്. പാട്ട് വീട്ടിൽ വെച്ചിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തപ്പോഴൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു. കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് റെക്കോർഡിങ് കഴിഞ്ഞ് വീട്ടിലെത്തി ആദ്യം പാട്ട് കേൾപ്പിച്ചപ്പോൾ തന്നെ കരഞ്ഞു പോയി. കാരണം നമുക്ക് ജീവിതത്തിലെ അനുഭവങ്ങളാണ് പാട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിഷമം. എന്നാലും അവരുടെ ഡാൻസ് നേരിട്ട് കാണാൻ ഈ പ്രാക്ടീസിൻ്റെ സമയത്ത് കുട്ടികൾ എങ്ങനെയായിരുന്നു? അവരുടെ ആ ഒരു വിഷമം എന്തായാലും ഉള്ളിലുണ്ടാവില്ല. അപ്പോൾ അത് മറികടക്കാൻ അവർക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ എന്താ പറയുക, നമ്മളൊരു കലാരൂപത്തിലേക്ക് വരുമ്പോൾ തന്നെ കുറേ മനസ്സിനൊരു ആശ്വാസമാണ്. അത് മ്യൂസിക് ആവാം, ഡാൻസ് ആവാം. അപ്പോൾ അവർ ഡാൻസിലെല്ലാം മറന്നു ചെയ്തു എങ്കിലും മനസ്സിൻ്റെ അടിത്തട്ടിൽ ആ വേദന എന്തായാലും ഉണ്ടാവും. ഇതിൽ നിന്ന് മാറാൻ കുറച്ച് സമയം എടുക്കും. ശരി. അപ്പോൾ അത് തന്നെയാണ് അധ്യാപകരും എല്ലാം കുട്ടികളുടെ കൂടെ എപ്പോഴും എല്ലാമായി നിന്ന അധ്യാപകർ തന്നെയാണ് അവരെ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ സംസ്ഥാന കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളും കൂടെ പോവുകയാണ്. എന്തായാലും പ്രതീക്ഷയാണ് അതിജീവനം മാത്രമല്ല, പ്രതീക്ഷയിലേക്കുള്ള ഒരു അക്ഷയ, ഈ അധ്യാപകർക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ. അത് ഈ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കുട്ടികളുടെ കാര്യത്തിലും മികച്ച അധ്യാപകരായിരിക്കുക എന്നത് ചെറിയ കാര്യമേ അല്ല. എല്ലാ കാലവും സ്മരിക്കപ്പെടും. അതുകൊണ്ട് ഈ കുട്ടികളെ ഈ വേദിയിലേക്ക് എത്തിച്ചതിൽ ഈ അധ്യാപകർക്കും വലിയ പങ്കുണ്ട്.